ABC സ്പോർട്സിലേക്ക് സ്വാഗതം. 2024 പാരീസ് ഒളിമ്പിക്സിലെ ബാഡ്മിന്റൺ ഇനങ്ങൾ ജൂലൈ 27 മുതൽ ഓഗസ്റ്റ് 5 വരെ ദിവസങ്ങളിലായിട്ട് നടന്നു. അങ്ങനെ 5 മെഡൽ കാറ്റഗറികളിൽ 49 നേഷൻസിൽ നിന്നും 171 ബാഡ്മിന്റൺ പ്ലേയേഴ്സ് മത്സരിച്ചു. അപ്പോൾ നമുക്ക് ഒളിമ്പിക്സ് ഗെയിംസിൽ മെഡൽസ് നേടിയ ഓരോ പ്ലേയേഴ്സും യൂസ് ചെയ്ത റാക്കറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. മെൻ സിംഗിൾസ് പ്ലെയറും ഗോൾഡ് മെഡൽ വിന്നറുമായ ഡെൻമാർക്ക് പ്ലെയർ വിക്ടർ ആക്സൽസൺ ഉപയോഗിച്ചത് യോനെക്സ് 100cc ആയിരുന്നു. സിൽവർ മെഡൽ വിന്നർ തായ്ലൻഡിന്റെ കുൻലവത് വിറ്റൈസൺ യൂസ് ചെയ്തത് ആസ്ട്രോക്സ് 88D Pro 3rd Gen റാക്കറ്റ് ആയിരുന്നു. ലീ സിജിയ ബ്രോൺസ് മെഡൽ നേടിയത് വിക്ടറിന്റെ റിയൂഗ 2 മെറ്റാലിക്കിൽ ആണ്. ലാസ്റ്റ് 4 മാസത്തിൽ ലീ സിജിയ വിക്ടർ റാക്കറ്റ്സ് വിവിധ മോഡലുകൾ മാറി മാറി യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വിമൻ സിംഗിൾസ് പ്ലേയേഴ്സിന്റെ റാക്കറ്റ്സ് നോക്കാം. യോനെക്സ് ആസ്ട്രോക്സ് 77 Pro യൂസ് ചെയ്തുകൊണ്ടാണ് സൗത്ത് കൊറിയൻ താരം ആൻ സെയോങ് സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത്. ചൈന താരം ഹേ ബിൻജിയാവോ വെള്ളി മെഡൽ നേടിയത് യോനെക്സ് ആസ്ട്രോക്സ് 3rd Gen 88 സീരീസ് റാക്കറ്റ് ഉപയോഗിച്ചാണ്. ഇന്തോനേഷ്യൻ താരം ഗ്രിഗറിയ മരസ്ക തൊഞ്ചുങ് ഉപയോഗിച്ചതാവട്ടെ ലീനിങ്ങിന്റെ തന്നെ ബ്ലേഡ് X 700 ആയിരുന്നു. അടുത്തത് മെൻസ് ഡബിൾസ് മത്സര ഇനങ്ങളിൽ പ്ലേയേഴ്സ് ഉപയോഗിച്ച റാക്കറ്റ് നോക്കാം. മെൻസ് ഡബിൾസ് ഗോൾഡ് മെഡൽ വിന്നേഴ്സ് ചൈനീസ് തായ്പേയ് താരങ്ങളായ ലീ യാങ് ആൻഡ് വാങ് ചിങ് ലിൻ എന്നിവരായിരുന്നു. അതിൽ ലീ യാങ് യോനെക്സ് നാനോഫ്ലെയർ 800ഉം വാങ് ചിങ് ലിൻ യോനെക്സ് നാനോഫ്ലെയർ 1000cc ഉപയോഗിച്ചിരുന്നത്. ഇനി സിൽവർ മെഡൽ നേടിയ ചൈനയുടെ തന്നെ താരങ്ങൾ വാങ് ചാങ്ങും ലീ യാങ് വെയ്ക്കിങ്ങും രണ്ടുപേരും യോനെക്സ് നാനോഫ്ലെയർ 800 Pro ആണ് ഉപയോഗിച്ചിരുന്നത്. ബ്രോൺസ് മെഡൽ നേടിയ മലേഷ്യൻ താരങ്ങളിൽ ആരോൺ ചിയ ഉപയോഗിച്ച യോനെക്സ് ആൾസേബർ 11 Proയും വു യിക് സോ യൂസ് ചെയ്തിരുന്ന നാനോഫ്ലെയർ 800 Proയുമായിരുന്നു. അടുത്തത് വിമൻസ് ഡബിൾസ് ചൈനയുടെ ചെൻ ക്വിങ്സൺ ആൻഡ് ജിയാൻ യിഫാൻ സഖ്യം. ഇവരിൽ ചെൻ ക്വിങ്സൺ ആസ്ട്രോക്സ് 100cc റാക്കറ്റും ജിയാൻ യിഫാൻ നാനോഫ്ലെയർ സീരീസ് റാക്കറ്റും ഉപയോഗിച്ചാണ് ഗോൾഡ് മെഡൽ നേടിയത്. ഡബിൾ സിൽവർ മെഡൽ അച്ചീവേഴ്സ് ചൈനയുടെ ലിയു ഷെങ്ഷു ആൻഡ് ടാൻ നിങ്. അവർ 77 Proയും നാനോഫ്ലെയർ 800 Proയുമാണ് ഉപയോഗിച്ചിരുന്നത്. ബ്രോൺസ് ജേതാക്കളായ നമി മത്സിയാമ യോനെക്സ് നാനോഫ്ലെയർ 700ഉം ചിഹാരു ഷിദ 88S Proയുമാണ് ഉപയോഗിച്ചിരുന്നത്. ഇനി വരുന്നത് മിക്സഡ് ഡബിൾസ് പ്ലേയേഴ്സ്. ഗോൾഡ് മെഡൽ ജേതാക്കൾ ചൈനയുടെ സെൻ സിവൈ ആൻഡ് ഹുവാങ് യാക്കിങ്. ഇവരിൽ സെൻ സിവൈ യോനെക്സ് ആൾസേബർ 11 Proയും ഹുവാങ് യാക്കിങ് ഉപയോഗിച്ച് യോനെക്സിന്റെ 77 Proയുമായിരുന്നു. അതുപോലെ മിക്സഡ് ഡബിൾസ് സൗത്ത് കൊറിയയുടെ കിം വോങ് ഹ്യൂ ആൻഡ് ജിയോങ് നാ ഇയോൺ. ഇവർ രണ്ടുപേരും യോനെക്സ് ആൾസേബർ 11 Pro ഉപയോഗിച്ചാണ് സിൽവർ മെഡൽ നേടിയത്. ഇനി ജപ്പാൻ മിക്സഡ് ഡബിൾസ് താരങ്ങളായ യൂട്ട വറ്റനബെ ആൻഡ് അരീസ ഹിഗാഷിനോ. ഇവരിൽ വറ്റനബെ ലീനിങ് ആർട്സ് ഫോഴ്സ് 80യും അരീഷ 77 Proയും ഉപയോഗിച്ചാണ് ബ്രോൺസ് മെഡൽ നേടിയത്. ഇപ്പോൾ നമ്മൾ യോനെക്സ്, വിക്ടർ ആൻഡ് ലീനിങ് എന്നിങ്ങനെയുള്ള കമ്പനികളുടെ വിവിധ മോഡൽ റാക്കറ്റുകൾ കണ്ടു. ഇവയിൽ മെജോറിറ്റി റാക്കറ്റ്സ് നോക്കിയാൽ അവയുടെ സ്ട്രിംഗിംഗ് ടെൻഷൻ കമ്പനി പറയുന്നത് മാക്സിമം 28 lbs ആണ്. എന്നാൽ ഈ പ്ലേയേഴ്സിന്റെ ഒക്കെ ഒളിമ്പിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇന്റർവ്യൂസ് ഒക്കെ നോക്കിയാൽ അറിയാം മിക്കവരും എബവ് 30 ആണ് ടെൻഷൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 28 lbs പറയുന്ന റാക്കറ്റിൽ 30 അല്ലെങ്കിൽ 32 lbs ഒക്കെ ടെൻഷൻ ഇടുമ്പോൾ പ്രൊഫഷണൽ റാക്കറ്റുകൾ കൂടുതൽ ടെൻഷൻ ഹോൾഡ് ചെയ്യുമെങ്കിലും ഡ്യൂറബിലിറ്റി ഒരു പ്രശ്നം തന്നെയാണ്. പിന്നെ ഇങ്ങനെയുള്ള സ്പോൺസേർഡ് പ്ലേയേഴ്സിന് അതൊരു വിഷയവുമായിരിക്കില്ല. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം ABC സ്പോർട്സിലൂടെ.